പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 17 വരെ വാക്യങ്ങൾ. ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയ തിരുവചനത്തിന്റെ തുടർച്ചയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. വിശുദ്ധ കുർബാനയിൽ അവിടെ ഈശോ പ്രത്യേകമായി പറയുന്നു, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ബലം പ്രയോഗിച്ച് പ്രവേശിക്കണം. സമ്പത്തും പ്രശസ്തിയും ഉള്ളിൽ ആഗ്രഹിച്ചിരുന്ന ഫരിസയർ ധനത്തെക്കുറിച്ചുള്ള ഈശോയുടെ കാഴ്ചപ്പാടുകളെയും പ്രബോധനത്തെയും ഒക്കെ പുച്ഛിക്കുന്നു. അവർ ഈശോയെ പുച്ഛിച്ചു എന്ന് സുവിശേഷം പറയുന്നുണ്ട്. ഈശോ പറയുന്നു, മനുഷ്യന്റെ ദൃഷ്ടിയിൽ പ്രധാനമായത് ദൈവത്തിന്റെ കണ്ണിൽ തീരെ വില കുറഞ്ഞതാണ്. ചെയ്യേണ്ടത് ഇതാണ്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ വേണ്ടത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ധനത്തെക്കുറിച്ചുള്ള ആഗ്രഹവും താല്പര്യവും മനസ്സിൽ കൊണ്ട് നടന്നത് കൊണ്ട് കാര്യമില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. ഈശോ പറയുന്നു, അതിന് ബലം പ്രയോഗിക്കേണ്ടി വരും. ബലം പ്രയോഗിക്കുന്നത് മറ്റാരോടെങ്കിലും അല്ല എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായി ഓർക്കേണ്ട കാര്യം. ബലം പ്രയോഗിക്കേണ്ടത് തന്നോട് തന്നെയും തൻ്റെ ശരീരത്തെയും ലോകത്തിൻ്റെതായ തൻ്റെ കാഴ്ചപ്പാടുകളോടുമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തിൽ ഒരു ദൈവിക അംശവും ഒരു ലോകത്തിന്റെ അംശവും കൊണ്ട് നടക്കുന്നു. അതിൽ ലോകത്തിന്റെ അംശത്തോട്, ലോകത്തിന്റെ പ്രലോഭനങ്ങളോട്, ലോകത്തിന്റെ ആഗ്രഹങ്ങളോട് നമ്മളോട് തന്നെ ഒരു ബലം പ്രയോഗിക്കുമ്പോഴാണ് നമുക്കതിനെ കീഴടക്കാനായിട്ട് സാധിക്കുന്നത്. അതാണ് ഈശോ പറയുന്നത്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നിങ്ങളോട് തന്നെ ബലം പ്രയോഗിക്കേണ്ടത്. ഈ ബലം പ്രയോഗിക്കലിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ നോമ്പ്, ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം, പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതൊക്കെ. അത് നമ്മളെ ശരീരത്തെ നമ്മൾ ചുരുക്കുകയും ആത്മാവിനെ കൂടുതൽ വിലയുള്ളതായിട്ട് കാണുകയും ചെയ്യുന്ന അവസരമാണ്. നമ്മിലുള്ള ലോകത്തിന്റെ ശക്തിയോട് നമ്മുടെ ദൈവിക ശക്തി ബലം പിടിച്ച് ലോകശക്തിയെ തോൽപ്പിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഏറ്റവും നല്ലൊരു മാതൃക ഈശോ തരികയും ചെയ്യുന്നു. ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നല്ലോ ഈശോ. ഗത്സമൻ തോട്ടത്തിൽ തന്റെ പ്രലോഭനത്തിന്റെ സമയത്ത്, പ്രാർത്ഥനയുടെ സമയത്ത് ഈശോ പ്രാർത്ഥിക്കുന്നു. ഈശോയിലെ മനുഷ്യ അംശം പ്രാർത്ഥിച്ചു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റിത്തരണമേ. ഉടനെ തന്നെ ഈശോയുടെ ദൈവിക അംശം ബലം പ്രയോഗിച്ച് അതിനെ കീഴ്പ്പെടുത്തി തോൽപ്പിക്കുന്നു. ഉടനെ ഈശോ പറയുന്നു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. നമ്മളിലും ഈ ദൈവിക അംശത്തിന്റെയും ലോക അംശത്തിന്റെയും ഏറ്റുമുട്ടൽ നിരന്തരം നടക്കുന്നുണ്ട്. അതിൽ പലപ്പോഴും നമ്മുടെ ബലഹീനത കൊണ്ട് ലോക അംശം ജയിച്ചു നിൽക്കുന്നുണ്ടാവാം. ഈശോയുടെ ഈ മാതൃകയിൽ നമുക്ക് ദൈവിക ശക്തി കൊണ്ട് ലോകത്തിന്റെ ശക്തിയെ തോൽപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. ധനത്തിന്റെ ആകർഷണങ്ങൾ ഒരിക്കലും നമ്മുടെ ദൈവികമായ ആന്തരിക വിശുദ്ധിയെ നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. നമുക്കതുകൊണ്ട് ദൈവരാജ്യം ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അത് നമ്മളോട് തന്നെയുള്ള ആത്മനിയന്ത്രണവും ബലം പ്രയോഗിക്കലും ഒക്കെയാണെന്നുള്ള ആ ചിന്ത മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യാം. ഈ യോഹന്നാൻ പറഞ്ഞതുപോലെ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്ന ചിന്ത അതിന് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളിലെ ലോകത്തിന്റെ ശക്തിയെ കുറച്ചു നിർത്താനും ആത്മീയമായ ശക്തി എപ്പോഴും ഉയർന്നു നിൽക്കുവാനുമുള്ള രീതിയിൽ ഞങ്ങളുടെ ചിന്തകളെ, കാഴ്ചപ്പാടുകളെ, മനോഭാവങ്ങളെ, വിചാരങ്ങളെ, വികാരങ്ങളെ, ബോധ്യങ്ങളെ ഒക്കെ നിയന്ത്രിക്കണമെന്നും അങ്ങേക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞങ്ങളുടെ ചിന്തകളെ എപ്പോഴും വിശുദ്ധമാക്കി നിർത്തണമെന്നും അങ്ങേക്ക് ചേരാത്ത ആഗ്രഹങ്ങളൊന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ വരാതിരിക്കാൻ അനുവദിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.